ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൺ ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന, അതായത് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇൻട്രോ ഒക്കെ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഓറഞ്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് നമ്മുടെ നാട്ടിലെ പല പേരിലായിട്ടാണ് അറിയപ്പെടുന്നത്. ചിലവര് സിട്രസ് ഫ്രൂട്ട് എന്നും, പിന്നെ അതുപോലെ ചിലവര് ഓറഞ്ച് എന്നും, പിന്നെ അതുപോലെ ചിലവരാണെങ്കിലും മൊസംബി എന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക കേട്ടോ, ഏതാ കറക്റ്റ് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള ഒരു മാർഗ്ഗമാണ്. അതിനായിട്ട് ഇതിന്റെ മുകൾ ഭാഗം ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന്റെ ഉൾഭാഗം കാണത്തക്ക രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെന്ററിലുള്ള ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. കട്ട് ചെയ്ത് എടുക്കുന്നില്ല, ജസ്റ്റ് വരഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ ഓറഞ്ചിനെ മൊത്തമായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ നമ്മുടെ ഓറഞ്ച് ഒക്കെ തൊലി കളഞ്ഞെടുക്കുന്നത് പോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് തൊലി കളഞ്ഞ് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നത് നോക്കി. ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുത്തിട്ട് തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതേസമയം നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെയാണ് തൊലി കളഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതിൽ നിന്നുള്ള പകുതി ജ്യൂസും താഴോട്ടേക്ക് പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ജ്യൂസ് പുറത്തേക്ക് പോവുകയും ചെയ്യില്ല. നമുക്ക് ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മിക്കവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും നമുക്കിടയിൽ അറിയാത്തവരും ഉണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ മൊത്തത്തിൽ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ആ ഒരു ജ്യൂസ് പുറത്തേക്കൊന്നും പോയിട്ടില്ല. നല്ല നീറ്റ് ആയിട്ട് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഇത് സെന്ററിൽ വെച്ച് കട്ട് ചെയ്യാതെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സെന്റർ ഭാഗം മാത്രം നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. കണ്ടില്ലേ, ആ ഒരു സെന്ററിലെ ഭാഗം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചില ടൈമിൽ ഈ ഒരു ഫ്രൂട്ട്, അതായത് സീസൺ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വാങ്ങുന്ന ടൈമിൽ ചെറിയൊരു പുളി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പുളിയോടുകൂടി നമ്മൾ കഴിക്കാതെ അതിലോട്ട് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല ആ ഒരു പുളിയുടെ കാഠിന്യം നമുക്ക് എടുത്തറിയുകയും ചെയ്യില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പുളിയുള്ള ഇതുപോലുള്ള മുസമ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ മുരിങ്ങയില തണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്കവരും മുരിങ്ങയിലൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഇതിന്റെ തണ്ട് നമ്മൾ കളയാറാണല്ലേ പതിവ്. അപ്പോൾ ഈ ഒരു തണ്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്ത് വെച്ചതാണ്. കുറച്ചൊന്ന് വാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ഫ്രഷ് ആയിട്ട്, അതായത് നമ്മൾ കറിക്കൊക്കെ നുള്ളിയെടുത്തതിന് ശേഷം, ഇലകളൊക്കെ നുള്ളിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു തണ്ട് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു തണ്ടുകൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങയുടെ തണ്ടുണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പൊ ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇപ്പൊ ഇത് നമ്മൾ ഇട്ടുകൊടുത്ത മുരിങ്ങയില തണ്ടൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു വെള്ളത്തിന്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ടൈം വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പൊ ഇത് അതിന്റെ ചൂടൊക്കെ വിട്ടിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത്
ഇതുപോലെ ഉണ്ടാക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഉറപ്പായിട്ടും വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ തല കഴുകി കളയുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിലിന് മാറ്റം ഉണ്ടാവും ട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ 2 തവണ മുടിയിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ താരനുള്ളവർക്കും ഇത് ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു മുരിങ്ങയില തണ്ട് എല്ലാവരും കളയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ തിളപ്പിച്ചിട്ട് മുടിയിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് മുടി കരുത്തോടെ വളരാനായിട്ട് ഇത് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നീരിറക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യത്തെ തവണ നിങ്ങൾ പുരട്ടുന്ന ടൈമിൽ ഒരു 1/4 മണിക്കൂറോ മറ്റോ വെച്ചിട്ട് കഴുകി കളയാം. അതിനുശേഷം കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേത്തെ തവണ നിങ്ങൾ പുരട്ടുന്ന ടൈമിൽ 1 മണിക്കൂർ വെച്ചിരുന്നാൽ മതി കേട്ടോ. പിന്നെ മുരിങ്ങയിലൊക്കെ കൂടുതൽ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ തണ്ടിടണമെന്നില്ല, ഇലയിട്ട് തിളപ്പിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കംഫർട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലോട്ടേക്ക് നമ്മുടെ കയ്യിലുള്ള ഏതാണോ ഷാമ്പു ആ ഒരു ഷാമ്പു കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയും മാത്രം മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഇട്ടെടുത്തോണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ അത് കട്ടയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഇതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ളൊരു കോട്ടന്റെ തുണിയാണ്. ഇനി നമുക്ക് ഈ ഒരു തുണി 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഇതാ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് തുളയിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയതിനു ശേഷം കത്രിക വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഒരു ചരട് കടത്തിക്കെടുക്കാം. ഞാനിപ്പം ഈ ഒരു തുണിയുടെ തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് കടത്തി കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തുണി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു മിക്സിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കവറാകുന്ന രീതിയിൽ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതാ തുണി നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ആ ഒരു തുണിയിൽ എക്സ്ട്രാ നിൽക്കുന്ന ലിക്വിഡൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു തുണി നമുക്ക് ടോയ്ലറ്റിലായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാകുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിൽ നിന്നുണ്ടാവുക. ഇതുപോലെ നമ്മൾ ടോയ്ലറ്റിനുള്ളിലായിട്ട് തൂക്കിയിടുകയാണെങ്കിൽ ആ ഒരു ടോയ്ലറ്റിനുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറ്റാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചില ടൈമിൽ നമ്മൾ ടോയ്ലറ്റ് എത്രത്തോളം നന്നായിട്ട് ക്ലീൻ ചെയ്താൽ പോലും അതിൽ നിന്ന് 1 or 2 യൂസിന് ശേഷം ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ ഒരു ബാക്കി വന്ന ലിക്വിഡ് നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ തുണിയൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ ആദ്യം തൂക്കിയിട്ട തുണിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടോയ്ലറ്റ് എത്ര കഴുകിയിട്ടും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോയ്ലറ്റിലോട്ട് കയറുന്ന ടൈമിൽ നമുക്ക് ആ ഒരു കംഫർട്ടിന്റെ പിന്നെ അതുപോലെ തന്നെ ഷാമ്പൂവിന്റെ ഒക്കെ സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനലും ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.